أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله ഖാജാ മുഈനുദ്ദീൻ. പക്ഷേ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, മക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ, നിങ്ങൾ മരുമോളെ വെറുത്താൽ വേദനിക്കുന്നത് നിന്റെ മോന്റെ മനസ്സാണ്. അതെന്തുകൊണ്ട് ഉമ്മമാര് ചിന്തിക്കുന്നില്ല? ഇന്ന് സർവനാശമായി. വിഷമിക്കണ്ട, മലപ്പുറം ജില്ലയിൽ തന്നെ ഇൻഷാ അല്ലാഹ് അമ്മായി മരുമകളും എന്ന വിഷയം ഞാൻ പറയും. ഒരു സംശയവും ആ കരുത്തിലില്ല. അത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് മലപ്പുറം ജില്ലയാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതിനൊരു പരിഹാരം ആ ജില്ലയിലൂടെ, ആ വിഷയത്തിലൂടെ നടക്കണമെന്ന് ഞാൻ കൊതിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കാത്തിരിക്കുക. അതൊക്കെ പറയാനും പഠിക്കാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഉമ്മ എന്നത് പ്രസവിക്കാൻ മാത്രം പഠിച്ചാ പോരാ. ആ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോ ആ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഉമ്മ നിനക്ക് ബാധ്യതയുണ്ട്, മറക്കല്ലേ. 3 വയസ്സുള്ള പൊന്നുപോനെ മടിയിൽ പിടിച്ചിരുത്തി സലാത്ത് ചെല്ലാൻ പറഞ്ഞു കൊടുക്കാൻ എന്റെ ഉമ്മ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 6 മണിയാകുമ്പോ പ്രിയപ്പെട്ട മക്കളെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് സീരിയൽ കാണുന്ന ഉമ്മ, ഞാൻ പറയുന്ന മലപ്പുറം ജില്ലയില് ഒരു മാസം കേബിളിന്റെ കണക്ഷൻ ഊരിയിടപ്പെട്ടു പോയാ ഏറ്റവും വലിയ നഷ്ടം വരുന്നത് സീരിയലുകാർക്കാണ്, റിയാലിറ്റി ഷോ നടത്തുന്നവർക്കാ. മൊഹീദ്ദീമാല പാടിയിരുന്ന പൊന്നാനിയിലെ ഉമ്മ, മാല പാടിയിരുന്ന പൊന്നാനിയിലെ ഉപ്പ എന്തു പറ്റിപ്പോയി? അതിനേക്കാളും വലിയ രസവും സുഖവും നിനക്ക് എവിടുന്നാ കിട്ടിയത്? ഒരു കുങ്കുമപ്പൂ കണ്ടപ്പോ മയങ്ങിപ്പോയ പെണ്ണെ, നിന്റെ മനസ്സിൽ ഈമാനുണ്ടോ? ഒരു റിയാലിറ്റി ഷോ കണ്ടപ്പോ കരഞ്ഞു പോയ പെണ്ണെ, നിന്റെ മനസ്സിൽ റസൂലുണ്ടോ? ഒരു കോമഡി ഷോ കണ്ടപ്പോ അറിയാതെ തുള്ളിച്ചാടിപ്പോയ പെണ്ണെ, ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിൽ ഇസ്ലാമിയത്തുണ്ടോ? വേണ്ട പോലെ വേണ്ടോ? പൊന്നാനിയിലെ ഈ രാത്രി ചരിത്രത്തിലിടം പിടിക്കുന്ന രാത്രിയാ, എന്നെ അല്ലാഹു മാറ്റിത്തന്ന രാത്രിയാ. മാറഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സനലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു ഖത്തറിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച. എന്റെ പ്രിയമുള്ളവരെ, ആ സനലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദേ, ഞാനൊരു ഹിന്ദു സഹോദരനായിരുന്നു. ഇന്നെന്റെ പേര് മുഹമ്മദ് ബിലാൽ. കുലൂ തക്ബീർ. പോരെ ചെറുപ്പക്കാരോ, ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോ ഈ തക്ബീർ പോരെ. കുലൂ തക്ബീർ. മലബാറിന്റെ മണ്ണ് കിടിലം കൊള്ളട്ടെ. എവിടെന്നോ ആ ചെറുപ്പക്കാരനോ ഇസ്ലാമിന്റെ പ്രകാശം കിട്ടിയതെന്നറിയോ? സനലെന്ന് പറയുന്ന ഹൈന്ദവ വേദങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ച ചെറുപ്പക്കാർ. എന്റെ പ്രിയമുള്ളവരെ, ആത്മാവിന്റെ നൊമ്പരമടക്കമുള്ള കാസറ്റ് കണ്ടിട്ട്, ഉസ്താദേ, എന്റെ പേര് മുഹമ്മദ് ബിലാൽ എന്ന ഉസ്താദ് മാർച്ച് മാസത്തിൽ ഖത്തറിൽ വരുമ്പോ ഉസ്താദിനെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ ഞാനാ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു പോലെങ്കിൽ മാറാൻ കഴിയും മുസ്ലിമേ? ലോകത്താർക്കാ മാറാൻ കഴിയാത്തത്? അല്ലാഹുവിന്റെ റസൂലിന്റെ തല വെട്ടുമെന്ന് പറഞ്ഞ ഉമർ ഇന്നെവിടാ കിടക്കുന്നത്? മദീനയുടെ മണവാളന്റെ ചാരത്തോ? മറന്നു പോകല്ല പെങ്ങളെ. അതുകൊണ്ട് തെറ്റ് ചെയ്തവരെ, തിന്മ ചെയ്തവരെ, മനസ്സ് കറുത്തു പോയവരെ, പാപം നിറഞ്ഞു പോയവരെ, പൊന്നാനയുടെ കടത്തീരെ തടിച്ചു വീശുന്ന പിന്നലിലൂടെ നിന്റെ പാപക്കറകൾ നശിച്ചു പോകട്ടെ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മലബാറിന്റെ ഹൃദയഭാഗത്ത് ഔഷാറുവാക്കി കണ്ണുനീരോടെ ദ്വാരക്കുമ്പോ കണ്ണിറുകിയടച്ചുകൊണ്ട് നെഞ്ചത്തേക്ക് കൈവച്ചുകൊണ്ട് ആമീൻ ആമീൻ എന്ന് പറയുന്ന ആയിരങ്ങളുടെ 10,000ങ്ങളുടെ ആമീന്റെ പവർ കൊണ്ട് ഒരു നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കാ എന്റെ ഉമ്മമാര് തീരുമാനിച്ചോ? അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഉമ്മയുടെ കഥ പറഞ്ഞു തരട്ടെ.
അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു ഉമ്മയുടെ കഥ. ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി. ഉഹുദ് യുദ്ധമാണ് സംഭവ സ്ഥലം. ഉഹുദ് യുദ്ധമാണ്. യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പരിക്കുപറ്റുന്നവർക്ക്, കൈകാലുകൾ നഷ്ടപ്പെട്ടു പോകുന്നവർക്ക്, ശരീരം ചതഞ്ഞെറിഞ്ഞു പോകുന്നവർക്ക് അവരെ കൊണ്ടുവന്ന് ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പ് കൊണ്ടുവന്ന് കിടത്തുകയാണ്. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ മുമ്പ് കൊണ്ടുവന്ന് കിടത്തുമ്പോ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ നോക്കി നിൽക്കുമ്പോ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. എല്ലാവർക്കും കാല് നഷ്ടപ്പെട്ട, കൈ നഷ്ടപ്പെട്ട, തളർന്നു കിടക്കുന്ന, ആ അത്യാഹിതം സംഭവിച്ച രണാങ്കണത്തിൽ ശരീരത്തിന്റെ ചില അവയവങ്ങൾക്ക് ചേതനയേറ്റുപോയപ്പോ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ മരുന്ന് വെച്ച് അവരോട് പറയുന്നു, ഇനി കുറച്ച് ദിവസം പുറത്തിറങ്ങരുത്, ഇനി വിശ്രമിക്കണം, ഇനി റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല അൻഹ ഓരോരുത്തരോട് പറയുകയാണ്. പക്ഷേ അതിനിടയിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഉമ്മു അമ്മാറ ഓരോരുത്തർക്ക് മരുന്ന് വെച്ചുകൊണ്ട് കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഉമ്മു അമ്മാറയുടെ പൊന്നുമോനെ കൊണ്ടുവരികയാ. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ തങ്കക്കുടത്തെ കൊണ്ടുവരികയാ. സുബ്ഹാനല്ലാഹ്. ഉഹദിന്റെ രണാങ്കണത്തിൽ ശരീരത്തിന്റെ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് രക്തം പൊട്ടി ഒലിക്കുന്ന പൊന്നുമോന്റെ ശരീരം കൊണ്ടുവന്ന് കിടത്തുമ്പോ, ഉമ്മാ നിനക്ക് വേദനിക്കില്ലേ? ഉമ്മാ നിനക്ക് നൊമ്പരപ്പെടില്ലേ? നിന്റെ മനസ്സ് പൊട്ടൂല്ലേ? നിന്റെ കൽബ് സങ്കടം കൊണ്ട് നിറയൂല്ലേ? ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല അൻഹ സുബ്ഹാനല്ലാഹ് പൊന്നുമോന്റെ കാലിൽ മരുന്ന് വെച്ച് കൊടുക്കുകയാ. എന്നിട്ട് ആ പൊന്നുമോനോട് പറഞ്ഞത് വിശ്രമിക്കാനല്ല, എന്നിട്ട് ആ തങ്കക്കുടത്തോട് പറഞ്ഞത് റെസ്റ്റ് എടുക്കാനല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആദർശത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഉമ്മയെ കണ്ട് സഹാബത്തെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സഹാബത്തെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ പൊന്നുമോനോട് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പൊന്നുമോനെ, നീ വിശ്രമിക്കണ്ട, നിന്റെ കാലിൽ ഉമ്മച്ചി മരുന്ന് വെച്ച് തന്നിട്ടുണ്ട്, അതുകൊണ്ട് പൊന്നുമോനെ യുദ്ധത്തിന് പോവുക, നീ തളർന്നു കിടക്കല്ല മോനെ, ഉമ്മാടെ വിരൽത്തുമ്പ് പിടിച്ച് സ്വർഗത്തിൽ പോകാനുള്ളവനാ നീ. മലബാറിന്റെ ഉമ്മമാരെ, സ്വലാത്തിന് പോട്ടേന്ന് ചോദിക്കുമ്പോ മക്കളെ വിടാറുണ്ടോ? നിക്കറിന് പോട്ടേന്ന് ചോദിക്കുമ്പോ വിടാറുണ്ടോ? എന്റെ വാതിന്റെ മജ്‌ലിസിലേക്ക് പോട്ടേന്ന് ചോദിക്കുമ്പോ പറഞ്ഞു വിടാറുണ്ടോ? പിന്നെയോ ഡിസംബർ 31 പാതിരാത്രി മധ്യചഷകത്തിന്റെ താരാട്ട് കേട്ട് കുടുംബസമേതം കിടന്നുറങ്ങാ നിന്റെ മക്കളൊരു കാരണമാകുന്ന കേരളത്തിന്റെ എത്രയോ മുക്കുമൂലകളുണ്ട്. ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പറയുകയാ, നമ്മുടെ മക്കള് നാളെ നമുക്കെതിരാവല്ലേ ഉമ്മ. എന്റെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കാറ്, എന്റെ ഉപ്പാക്ക് സ്വർഗം കൊടുക്കാറ്, എനിക്കാ സ്വർഗം വേണ്ടെന്ന് പറയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുക. അവര് സ്വലാത്ത് ചൊല്ലുന്ന കണ്ടിട്ട് നിന്റെ കണ്ണ് നിറയട്ടെ, അവര് ദിക്ർ ചൊല്ലുന്ന കണ്ടിട്ട് നിന്റെ കണ്ണ് നിറയട്ടെ, അവര് യാസീൻ ഓതുന്ന കണ്ടിട്ട് നിന്റെ കണ്ണ് നിറയട്ടെ. ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിസാമുദ്ദീൻ എന്ന സഹോദരനോട് പറഞ്ഞതാ, ഉസ്താദേ, ഇന്നെന്റെ പൊന്നുമോൻ ഹാഫിളായ ഉസ്താദേ, എന്റെ പൊന്നുമോൻ ഹാഫിളായ ഉസ്താദേ, എനിക്ക് സഹിക്കുന്നില്ല, സന്തോഷം എനിക്ക് സഹിക്കുന്നില്ല. എന്റെ നാട്ടിൽ എത്രയോ മക്കളെ ഹിഫ്ദിൽ ഉണ്ടാക്കിയതാ, എല്ലാവരും തിരിച്ചു വന്നു ഉസ്താദ്, എന്റെ പൊന്നുമോൻ മാത്രം ഹാഫിളായ ഉസ്താദേ, ദ്വാരക്കണം പെങ്ങളെ. 3 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ ടിവിയുടെ റിമോട്ട് എടുത്ത് കൊടുത്തിട്ട് മമ്മൂട്ടി എങ്ങനാ, സുരേഷ് ഗോപി എങ്ങനാ എന്ന് പറഞ്ഞ് ആട്ടം പഠിപ്പിക്കുന്നതിന് പകരം എടുത്തു കൊടുക്കു പൊന്നുമോ തസ്ബീഹ്മാല, വിളിച്ചിരുത്ത് പൊന്നുമോളെ മുസല്ലയില് യാസീനോദി ദ്വാരക്കുണ്ടോ. ആ മക്കളോടടുത്ത് വന്നിരുന്ന് ആമീ പറയാൻ പറഞ്ഞു. ഇവിടെ എല്ലാ സദസ്സിലേക്കും വരുന്ന ശാമിർ എന്ന് പറയുന്ന ഒരു പൊന്നുമോനുണ്ട്. 7 വയസ്സ് പ്രായമായ തങ്കക്കുടം വന്നിട്ട് എന്റെ കവളത്ത് മൊത്തം തരാറുണ്ട്. റസൂലുള്ളാഹിയുടെ പേര് ഞാൻ പറയുന്നു. ഈ സദസ്സിലിരുന്ന് പൊന്നാനിയിലെ ഈ ലക്ഷക്കണക്കാര ജനങ്ങൾ ഒരുമിച്ച് സ്വലാത്ത് ചൊല്ലിയാൽ അതിനേക്കാൾ ആവേശത്തോടെ ആ കുഞ്ഞുമോന്റെ സ്വലാത്ത് ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെ വളർത്തണമടാ മക്കളെ, കണ്ടവന് ചവിട്ടിത്തേക്ക് വിട്ടുകൊടുക്കല്ലേ. കണ്ട കഞ്ചാവടിയന്മാർക്ക്, കള്ളുകുടിയന്മാർക്ക്, പെണ്ണുപിടിയന്മാർക്ക് ആസ്വദിക്കോ,
ഈ സമുദായത്തിന്റെ മക്കൾ വിട്ടുകൊടുക്കല്ലേ ഉമ്മ. രാവിലെ മുതൽ കലോത്സവ വേദികള്, അതേ രാവിലെ വെളുപ്പിന് 7 മണി മുതൽ പാതിരാത്രി 12 മണി വരെ കുച്ചിപ്പുടിക്കും മോഹിനിയാട്ടത്തിനും ചായം തേച്ച് നിർത്തിയിട്ട് കാത്തിരിക്കുന്ന ഉമ്മ. ഏത് നരകത്തിന്റെ വാതിലോ പൊന്നുമോളെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അമ്മാറയെ മറക്കല്ലേ, യാസറിന്റെ ഉമ്മായ മറക്കല്ലേ, സുമയ്യായ മറക്കല്ലേ, ആസിയായ മറക്കല്ലേ. എന്റെ ഉമ്മ, നിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് നാളെ അല്ലാഹു ചോദിക്കുമ്പോ, വാപ്പ ഗൾഫിലാണ്, വാപ്പ ഖത്തറിലാണ്, വാപ്പ കുവൈറ്റിലാണ്, മക്കളെ നിന്റെ മടിത്തട്ടിലേക്ക് ഏൽപ്പിച്ചിട്ട് പോയില്ലേ? അവരെ കൊണ്ടെവിടെയാ പോയത്? സർക്കസ് കൂടാരത്തിന്റെ അകത്ത് 3, 4, 5 വയസ്സുള്ള മക്കളെ കൊണ്ടിരുത്തിയില്ലേ? പൊന്നാനി മഖ്ദൂം പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ നിന്റെ പ്രിയപ്പെട്ട മക്കളെ ഇരുത്തിയിട്ട് സീരിയൽ കാണിച്ചില്ലേ? അയൽവാസിയുടെ മുമ്പിലേക്ക് നുണ പറയാൻ പോയപ്പോ നിന്റെ മക്കളെ ഒക്കത്ത് വെച്ചോണ്ട് പോയില്ലേ? എന്റെ പ്രിയമുള്ള ഉമ്മ, അല്ലാഹുവിന്റെ പരലോകത്ത് ആളി പടർന്നുകൊണ്ടിരിക്കുന്ന നരകത്തീയ മറക്കല്ലേ ഉമ്മ.